പരിശുദ്ധനായ പിതാവേ, സർവശക്തന്റെ നിത്യനുമായ ദൈവമേ, എങ്ങുമെപ്പോഴും അങ്ങേക്ക് ഞാൻ കൃതജ്ഞത അർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതമല്ലായവും യോഗ്യമല്ല രക്ഷാകരവുമാണല്ലോ. എന്നാൽ അങ്ങയോടുകൂടി ഞങ്ങളുടെ ജനങ്ങളിൽ സമാധാനം നൽകേണ്ടത് അനുഗ്രഹബോധ പ്രത്യാശി ഞങ്ങളുടെ രക്ഷകനായ യേശുക്രിസ്തുവിന്റെ ആഗ്രഹം പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കഥയുടെ സഹായത്തിൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മുതലാകുകയും എല്ലാ വിപത്തുകളിൽ നിന്ന് രോഗങ്ങളിൽ നിന്ന് അപകടങ്ങളിൽ നിന്ന് സുരക്ഷിതരാകുകയും ചെയ്യുമാറാകട്ടെ. Thank you.
കർത്താവേ, സർവ്വവിശുദ്ധിയുടെ ഉറവിടമായ സത്യമായും പരിശുദ്ധനാകുന്നു. ആകയാൽ അങ്ങേ ആത്മാവാൽ മഞ്ഞികണം പോലെ ഈ കാണിക്കകൾ പവിത്രമാക്കണമേ. അതിന് ഞങ്ങൾക്കായി ഇവ ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടുന്ന് ഒറ്റിക്കൊടുക്കപ്പെട്ട് സമരസാല പിഴകൾ സഹിച്ചപ്പോൾ അപ്പമെടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ച് രണ്ട് ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുളി ചെയ്തു, എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. എന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കാനിരിക്കുന്ന എന്റെ ശരീരം ആകുന്നു. അപ്രകാരം താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് വീണ്ടും അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് തന്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുളി ചെയ്തു, എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവിൻ. എന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എന്റെ രക്തത്തിന്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇത് നിങ്ങൾ എന്റെ ഓർമ്മയ്ക്കായി ചെയ്യുകയും വിശ്വാസത്തിന്റെ രഹസ്യം ആകയാൽ കർത്താവേ, അവിടുത്തെ മരണമുയർത്തോർത്തുകൊണ്ട് അങ്ങേറ്റിന് മുമ്പിൽ നിൽക്കുന്നതിനും അങ്ങേ പരിചരിക്കുന്ന ആൾക്കാർക്ക് തീർത്തതിന് ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് ജീവന്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. ക്രിസ്തുവിന്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേരുന്ന ഞങ്ങൾ പരിശുദ്ധാത്മാവിൽ ഒന്നായി ചേർക്കണമെന്ന് താഴ്മയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ലോകം വ്യാപിച്ചെടുക്കുന്ന ഈ സഭയെ ഓർക്കണമേ. ഞങ്ങൾ പരിശുദ്ധ ഫ്രാൻസിസ് പാപ്പയോട്, ഞങ്ങളുടെ ഉപദേശനായ ശ്രീകൃഷ്ണനോട്, വൈദികത്തോട് സഭയെ അങ്ങേ സ്നേഹത്തിന്റെ പൂർണ്ണതയിൽ എത്തിക്കണമേ. ഉയർപ്പിന്റെയും പ്രത്യാശയുകൊള്ളുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെയും അങ്ങേ കാരുണ്യത്തിൽ മരണമടഞ്ഞ സകലരെയും ഓർക്കുകയും അങ്ങേ മുഖത്തിന്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളെല്ലാവരിലും കഴിയണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദൈവമാതാവായ പരിശുദ്ധ കന്യകാമറിയത്തോടും ആ കന്യകയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട ഔസേപ്പിനോടും അനുഗ്രഹീതരായ അപ്പോസ്തലന്മാരോടും കാലാകാലങ്ങളിൽ അങ്ങേ പ്രസാദിപ്പിച്ച സകല വിശുദ്ധരോടുമൊത്ത് നിത്യജീവനിൽ പങ്കുചേരാൻ ഞങ്ങളെ അർഹരാക്കുകയും അങ്ങേ പുത്രനായ യേശുക്രിസ്തു വഴി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. എല്ലാ അനുഗ്രഹങ്ങളെ ഓർത്തുകൊണ്ട് ആരാധനയെ സ്തുതിയായിരിക്കും. ക്രിസ്തുവിലൂടെ ക്രിസ്തുവിനോടുകൂടെ ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബന്ധതയും മഹത്വവും എന്നും എന്നേക്കും. രക്ഷാകരമായ കർമ്മങ്ങൾ ബോധരായി ദിവ്യോപദേശക്കാർ രൂപവത്കരായി നിർഭയം നമുക്ക് കേൾപ്പിച്ചെല്ലാം ആലയം
അടുത്ത് സ്വയമേഴുമ്പോൾ ഞാൻ പൊഴിഞ്ഞതിനെ ചേർന്നറിയാം ക്രിസ്തുവിനെ സ്നാനം ചെയ്യുന്നതുവരെ മരണം കാണുകയും ഭാഗ്യം ലഭിച്ച സമീപനെ പോലെ ഞങ്ങൾ ക്രിസ്തുവിനെ എതിരേൽക്കുവാൻ വന്നെണ്ണ നിത്യജീവൻ പ്രാപിക്കുമാറാകട്ടെ. കർത്താവേ, സ്വർഗീയ ഭൂതാംശ സ്വീകരിച്ചുകൊണ്ട് അംഗീകാരത്തിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ മാതാവിന്റെ സ്മരണ ആഘോഷത്തിൽ സന്തോഷിക്കുന്ന ഞങ്ങൾ പരിശുദ്ധനെ നിങ്ങളുടെ മാതൃകയാൽ ഞങ്ങളുടെ പരിത്രാണത്തിന്റെ രഹസ്യം സമുചിതം ശുശ്രൂഷിക്കാൻ പ്രാപ്തരാകുമാറാകട്ടെ. പ്രാർത്ഥന കേട്ടറിയണമേ. ആദ്യമേ തന്നെ ബഹുമാനപ്പെട്ട അച്ഛനെയും അച്ഛന്റെ കൂടെ ധ്യാനം നയിക്കുവാൻ വന്ന 3 സഹോദരന്മാരെയും നമ്മുടെ ഇടവക കുടുംബത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അച്ഛൻ എനിക്ക് തോന്നുന്നു ആദ്യമായിട്ടാണ് നമ്മുടെ പള്ളിയിലേക്ക് വരുന്നത്. അതുകൊണ്ട് എന്റെയും ബിജുനച്ഛന്റെയും ഈ ഇടവക സമൂഹത്തിന്റെയും പേരിൽ അച്ഛനെയും അച്ഛന്റെ ടീമിനെയും ഈ ഇടവകയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം ഇന്ന് ദീപിച്ച് നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ച ബഹുമാനപ്പെട്ട തോമസ് അച്ഛനെ നന്ദിയോടെ ഓർക്കുന്നു. ഈ 3 ദിനങ്ങളിൽ ബഹുമാനപ്പെട്ട തോമസ് അച്ഛനും ടീമും നമ്മോടുകൂടെ ഉണ്ടായിരിക്കുന്നതാണ്. നമ്മളുടെ ആത്മ വിശുദ്ധീകരണത്തിനായി ദൈവാനുഭവത്തിലേക്ക് നമ്മെ നയിക്കുവാണ്. നമ്മൾക്ക് എല്ലാവർക്കും അറിയാം, എല്ലാ വർഷവും നമ്മൾ തിരുനാൾ ആഘോഷിക്കുന്നുണ്ട്. നമ്മൾ എല്ലാ വർഷവും 3 ദിവസം ധ്യാനവും വഹിക്കാറുണ്ട്. ഇത് വെറും ഒരു അച്ഛൻ ആമുഖ പ്രസംഗത്തിൽ പറഞ്ഞതുപോലെ ബാഹ്യ ആഘോഷങ്ങൾക്കല്ല നാം പ്രാധാന്യം നൽകേണ്ടത്, മറിച്ച് നമ്മുടെ ആധ്യാത്മിക ജീവിതത്തിന് പ്രാധാന്യം നൽകിക്കൊണ്ട് ഈ 3 ദിവസങ്ങളിലും ഈ ധ്യാനത്തിൽ എല്ലാവരും പങ്കെടുക്കണം. നമ്മൾക്ക് എല്ലാവർക്കും അറിയുന്ന ഞായറാഴ്ചയുണ്ട്. ദൈവത്തിനായുള്ള നിങ്ങളുടെ ദാഹം ഒരിക്കലും അവസാനിക്കാതിരിക്കട്ടെ. ദൈവത്തിനായുള്ള നിങ്ങളുടെ ദാഹം ഒരിക്കലും അവസാനിക്കാതിരിക്കട്ടെ. ഈ 3 ദിവസത്തെ ധ്യാനം നമ്മെ നയിക്കേണ്ടതും ഇതിനു വേണ്ടിയാണ്. ദൈവത്തിന് വേണ്ടിയുള്ള, ദൈവത്തിനായുള്ള നമ്മുടെ ദാഹം വർദ്ധിപ്പിക്കണമേ എന്ന് നമ്മളെ വർദ്ധിപ്പിക്കുവാൻ വേണ്ടിയിട്ടാണ് ബഹുമാനപ്പെട്ട തോമസ് അച്ഛൻ നമ്മോടുകൂടെ ഉള്ളത്. വലിയ അനുഗ്രഹമാണ് ഈ 3 ദിനം. അപ്പൊ അതുകൊണ്ട് എല്ലാവരും അതിൽ പങ്കുകൊള്ളണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു. ഇന്ന് ഈ തിരുനാൾ കുർബാനയ്ക്ക് നേതൃത്വം കൊടുത്തതും പള്ളിയും പരിസരവും വൃത്തിയാക്കിയത് ലൂർദ്മാതാ ഗ്രൂപ്പാണ്. ഇടവകയുടെ നന്ദി അർപ്പിക്കുന്നു. നാളെ തിരുക്കർമ്മങ്ങൾക്ക് നേതൃത്വം കൊടുക്കേണ്ടതും പള്ളിയും പരിസരവും വൃത്തിയാക്കേണ്ടത് സെന്റ് ജോസഫ് യൂണിറ്റാണ്. ഇന്ന് അച്ഛന്മാരുടെ ഫുഡ് സ്പോൺസർ ചെയ്തിരിക്കുന്നത് ഫിലോമിന ജോസഫും കുടുംബവുമാണ്. ഇടവകയുടെ നന്ദി പ്രത്യേകമായിട്ട് അറിയിക്കുന്നു.
സിസ്റ്റേഴ്സും ബഹുമാനപ്പെട്ട ജസിന്ത സിസ്റ്ററിനോട് ചോദിക്കണമെന്ന് പ്രത്യേകമായിട്ട് ഓർമ്മപ്പെടുത്തുന്നു. നമ്മൾ ഇന്നലെ മുതൽ കാർ പോർച്ചിൽ ആരംഭിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് എന്ത് ആവശ്യത്തിനും തിരുനാളത്തിനും അവരുമായിട്ട് ബന്ധപ്പെടുവാൻ നമ്മൾ ഇന്നലെ പറഞ്ഞതുപോലെ 5 മണിക്കായിരിക്കും നൊവേന, പരിശുദ്ധ കുർബാന, തുടർന്ന് ധ്യാനം. നമ്മൾക്ക് എഴുന്നേറ്റ് നിൽക്കാം. കർത്താവ് നിങ്ങളോടുകൂടെ ആത്മാവോടുകൂടെ ഉണർവിൽ വരം ലഭിക്കാം. ഞങ്ങൾ
നിരപരാധരുത്. പ്രത്യുത നിങ്ങളുടെ മനസ്സിന്റെ നവീകരണം വഴി രൂപാന്തരപ്പെടുകയും ദൈവഹിതങ്ങൾക്ക് എന്താണ് നല്ലതും പ്രീതികരവും പരിപൂർണവുമായത് എന്തെന്ന് വിവേചിച്ചറിയുവാൻ നിങ്ങൾക്ക് സാധിക്കും. കർത്താവിന്റെ വചനം നമ്മുടെ എല്ലാ ധ്യാനങ്ങളെയും ഈ 3 ദിവസത്തിന്റെ ആദ്യം പരിശുദ്ധ അമ്മയ്ക്ക് സമർപ്പിച്ചുകൊണ്ട് ലൂതമാതാവിനെ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് ചെല്ലാം. നന്ദി സൃഷ്ടി ദിവ്യകാരുണ്യത്തിന്റെ രൂപത്തിൽ യേശുവിന്റെ സജീവമായ സാന്നിധ്യമാണ് സഖ്യവും. അവന്റെ ജീവിതത്തിലേക്ക് യേശു കരുണ വർഷിക്കുകയാണ്. പ്രിയമുള്ളവരെ, നമുക്ക് യേശുവിനെ നോക്കാം. സഖ്യവൂസ് നോക്കിയതുപോലെ നമുക്ക് യേശുവിനെ ഒന്ന് നോക്കാം. യേശുവിനെ മകനെ, നിങ്ങളുടെ ജീവിതത്തിലേക്ക്, നിങ്ങളുടെ കുറവുകളിലേക്ക്, നമ്മുടെ രോഗങ്ങളിലേക്ക്, നമ്മുടെ ദുരിതങ്ങളിലേക്ക്, നമ്മുടെ സ്നേഹക്കുറവിലേക്ക്, നിന്റെ ഭവനത്തിൽ എനിക്ക് അതിഥിയായിട്ട് വരാം. മനസ്സിലൊന്ന് കർത്താവിനെ വിളിച്ച്, കർത്താവേ, എന്റെ ജീവിതത്തിലേക്ക് വരണമേ, എന്റെ കുടുംബത്തിലേക്ക് വരണമേ, എന്റെ കുടുംബത്തിൽ സമാധാനമായിരുന്നു വരണമേ എന്ന് ഒരു നിമിഷം നിശബ്ദമായി ഒന്ന് പ്രാർത്ഥിച്ച് ഒരു നിമിഷം